ഇതും കണ്ട് നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് പറയുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെയോ കുഴപ്പമുണ്ട് മുത്തശ്ശി, നീ എന്താടി ഈ പറയുന്നേ? അതെ മുത്തശ്ശി, ഇവിടെ നിന്ന് പോയ സാറേ അല്ല ഇങ്ങനെ തിരിച്ചു വന്നത്. സാറേ അവിടെ ഇരുന്ന് കുടിക്കുക, കുപ്പിയും ഗ്ലാസും ഒക്കെ ഉണ്ട്, ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കുടിക്കുക. കുടിക്കാനോ? നീയേ ഞാൻ അവനെ വിളിക്കുന്നുണ്ടെന്നൊന്ന് പറ എന്ന് മുത്തശ്ശി പറയുമ്പോ എനിക്കാകെ പേടിയാവുന്നു മുത്തശ്ശി. നീ ചെല്ലു കുഞ്ഞെ, അവനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയാന്ന് പറയുമ്പോ നമ്മുടെ അലീന വാതിലിന്റെ അടുത്ത് നിന്നിങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട്, ചെല്ലു മോളെ, അവനെ ഞാനിങ്ങ് വിളിക്കുന്നുണ്ടെന്ന് പറ, അവൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നല്ല എന്ന് പറയുമ്പോ അലീന ആ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അലീന പോയി കഴിയുമ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എന്റെ ഈശ്വര, അവനങ്ങനെ കുടിക്കാത്തവനാണല്ലോ, ഇതെന്തു പറ്റി? അങ്ങനെ അലീന ബാലനെ ചെന്ന് വിളിക്കുകയാണ് കേട്ടോ. സാർ. സാറോ? ആരുടെ സാറ്? ഞാനാണോ സാറ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ആരാ? മുത്തശ്ശിയല്ലേ, ഞാനേ ഇപ്പൊ ബിസിയാന്ന് പറ. ചെന്ന് പറ എന്ന് പറയുമ്പോ അലീന പറയുന്നുണ്ട്, അതെ അങ്ങോട്ടൊന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു. ഓക്കെ ഓക്കെ, ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ബാക്കി കൂടെ കുടിച്ചു കയറ്റിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ എവിടെ പോയതായിരുന്നു ബാല? നിനക്ക് എന്നാ പറ്റിയതാ? ഇനിയൊന്നും പറ്റാനില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോഴും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്താ സുഖല്ലേ? നിന്റെ മുഖം കണ്ടിട്ട് വല്ലാണ്ടിരിക്കുന്നല്ലോ, നീ കള്ളു കുടിക്കായിരുന്നോ? അപ്പോ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഒരു ചിരി ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയും, അതെ കള്ളല്ല, അമൃത്. ബാലചന്ദ്രനെ അമൃത് കുടിക്കുന്നെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. കാണുമ്പോ തന്നെ അലീന പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി ഇനിയും സാറ് കുടിക്കാൻ വേണ്ടി പോവാ? ആണോ കുഞ്ഞെ? ഒരിക്കലും അവൻ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി എന്ന് അലീന ചോദിക്കുമ്പോ, അയ്യോ അവൻ ഇനിയും പോയി കുടിക്കാൻ പോവാണോ? നമുക്ക് മാഡത്തിനെ വിളിച്ച് പറഞ്ഞാലോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോ അവള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഒരു കാര്യം ചെയ്യും, മനുവിനെ വിളിച്ച് പറ എന്ന് പറയാട്ടോ മുത്തശ്ശി. ബാലചന്ദ്രൻ തിരിച്ചെത്തിയെന്നോ എന്നപ്പോ മുതൽ കുടിയാണെന്നോ നീ വിളിച്ച് പറ, മനു പറഞ്ഞാലേ ചിലപ്പോ അവൻ കേട്ടാലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അലീന ആണെങ്കിൽ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ റൂമിൽ പോയിരുന്ന് വീണ്ടും കുടി തുടങ്ങുകയാണ്. അതും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് തന്നെയാണ്. അലീനയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ ആ ഇരിക്കുന്നിടത്തുനിന്ന് താഴോട്ട് വീഴുകയാണ് കേട്ടോ. ആ ശബ്ദം കേട്ടിട്ട് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് പോവാൻ ഭയക്കുന്നുണ്ടെങ്കിലും പതുക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ വീണ് കിടക്കുന്നത് കാണുക. അങ്ങനെ ഓടിച്ചൊന്ന് സാറേ എണീക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ തളിച്ച് ഉണർത്താൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഉണരുന്നില്ല. പിന്നെ ഓടി വന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി സാറേ വീണ് കിടക്കുക. അയ്യോ വീണെന്നോ? എവിടെയാ എന്ന് ചോദിക്കുമ്പോ സാറിന് അറ്റാക്ക് ആണെന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് ആംബുലൻസിനെ വിളിക്കാണ് കേട്ടോ. അത് ആംബുലൻസ് വേണം, ഇത് ബാലചന്ദ്ര മേനോന്റെ വീടാണ്, ഡോക്ടർ ശർമ്മയുടെ വീടിന്റെ അടുത്തുള്ള വീടാണ്, ഒരു സ്ട്രോക്ക് വന്ന് വീണ് കിടക്കുക, അപ്പോ നഴ്സും ഡോക്ടറും ഒക്കെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് അലീന പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അവരോട്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, ശർമ്മ ഡോക്ടറുടെ നമ്പർ വല്ലതും ഉണ്ടോ മോളെ, ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ശർമ്മയെ വിളിക്കുന്നുണ്ട്. ഹലോ ഡോക്ടർ അലീനയാ? ശർമ്മ ഡോക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ഒന്ന് പെട്ടെന്ന് വരണേ, ബാലചന്ദ്ര സാറ് കുഴഞ്ഞെടുക്കുക എന്നൊക്കെ ശർമ്മയെ വിളിച്ച് പറയുവാണേ. ഇതാ വരുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കാനിട്ട് അലീന. അപ്പൊ മനുവിന് റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ എടുക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് മനുവേട്ടാ ഒന്ന് പെട്ടെന്ന് എടുക്ക് എന്നും പറഞ്ഞ് മനു എടുക്കുന്ന സമയത്ത് തന്നെ, മനുവേട്ടാ ബാലചന്ദ്ര സാറ് വീണുപോയി. എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ റൂമിൽ തന്നെയാ, സ്ട്രോക്ക് ആണെന്നാ തോന്നുന്നത്, ഞാൻ ആംബുലൻസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുവേട്ടനും കൂടി ഒന്ന് പെട്ടെന്ന് വരണേ എന്ന് പറയുമ്പോൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മനു, അവര് വരുന്നത് വരെ അലീന അങ്കിളിനെ അടുത്ത് ഇരിക്കണേ എന്ന് പറഞ്ഞു കൊടുക്കാണേ. പിന്നീട് നമ്മുടെ അലീന വൈജയന്തിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി, ബാലചന്ദ്രൻ വന്നോ? എപ്പോഴാ വന്നത്? എങ്ങനെ വീണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ മാഡം വന്നിട്ട് തന്നെ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശർമ്മ ഡോക്ടറെ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ നമ്മുടെ അലീന. CPR കൊടുത്തായിരുന്നോ? അതൊക്കെ ഞാൻ കൊടുത്തു, ഒന്ന് ഓടി വാ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും ആംബുലൻസ് എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടറും എല്ലാവരും ഇറങ്ങി ഓടി റൂമിലേക്ക് വരുന്നുണ്ട്. ഒപ്പം വൈജയന്തി കാറിൽ ഇങ്ങനെ വരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡിന് ഒരവസാനമായിട്ടോ.